നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനൊരു പ്രാസംഗികനല്ല. എൻ്റെ അടുത്ത് അരുൺകുമാർ വിളിച്ച് ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പം ഒരു പാനൽ ഡിസ്കഷൻ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ, ഞാൻ സുഹൃത്ത് ശ്രേയംസ് പറഞ്ഞൊരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശ്രേയംസ് മാത്രമാണ് ഇവിടെ ജേർണലിസ്റ്റ് അല്ലാതെ ഈ പാനലിലുള്ളത്. ഞാനും കൂടെ ഉണ്ട്. ഞാൻ പഠിച്ചത് ആർക്കിടെക്ചറാണ്. ആൻഡ് ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് കേരളാവധി പത്രപ്രവർത്തനത്തിലോട്ട് തിരിഞ്ഞതാണ്. അപ്പം എനിക്കറിയാവുന്ന ജേർണലിസം കേരളാവധിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പഠിച്ചെടുത്തതാണ്. അപ്പം എനിക്കൊന്ന് ആ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റും കൂടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാൻ ഒരുപാട് ഹോബി പോലെ വായിക്കാറുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കുറച്ച് ടെക്നിക്കൽ കാര്യം പറഞ്ഞിട്ട് അത് എത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് ഞാൻ പറയാം. എന്നിട്ട് മീഡിയയിലോട്ട് വരാം. നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യുമ്പം വളരെ ലോജിക്കലായിട്ടാണ് ആ പ്രോഗ്രാം നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 + 2 = 4 അല്ലെങ്കിൽ 3 × 3 9. അത് വളരെ ലോജിക്കൽ സീക്വൻഷ്യലാണ്. ആ പ്രോഗ്രാം ഏത് കമ്പ്യൂട്ടറിലിട്ടാലും സെയിം ആൻസർ തരും. പക്ഷേ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് അങ്ങനല്ല. അങ്ങനെ അല്ല എന്ന് പറയുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പം ആ കുട്ടി ഇൻ്റലിജൻ്റ് അല്ല. ആ കുട്ടിക്ക് എത്ര വയസ്സാകുമ്പോൾ നമ്മൾ ഇൻ്റലിജൻറ്റ് ബോയ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഗേൾ എന്ന് നമ്മൾ വിളിക്കും. അത് ആൻസർ ചെയ്യാൻ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഓൾഡസ്റ്റ് മെമ്മറി എന്താണ്? നിങ്ങൾ കിൻഡർ ഗാർഡനിൽ പോകുന്ന മെമ്മറി ഉണ്ട്. പ്ലേ സ്കൂളിൽ പോകുന്ന മെമ്മറി അതായത് ഒരു 2-3 വയസ്സ്. അതിൻ്റെ ബാക്കിലോട്ട് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് മെമ്മറി കാണില്ല. അപ്പം മെമ്മറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡേറ്റ ബിൽഡ് ചെയ്ത് ആ ഡേറ്റയ്ക്കകത്തുനിന്ന് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പാറ്റേൺസിൽ നിന്ന് തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിൻ്റ് എത്തുമ്പോഴാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം AI എന്ന് പറയുന്നതും വളരെ സിമിലറാണ്. AI എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ മിസ്റ്റിസിസം എന്ന് പറയുന്നത്, AI പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് എന്തുകൊണ്ട് AI എന്ന് ഈ ആൻസർ കിട്ടിയെന്ന് ചോദിച്ചാൽ ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. AI ഉണ്ടാക്കിയ എൻജിനീയർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിള്, ഈ ആദ്യകാലത്ത് AI വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫുൾ ഇമേജസ് വെച്ചാണ്. ഇമേജസ് വളരെ സിമ്പിൾ ഫാക്ടേഴ്സാണ്. ഇമേജസ് പിന്നെ വേർഡ്സ് വെച്ച്. അപ്പോൾ ഇതിൽ ഇമേജസ് വെച്ച് വർക്ക് ചെയ്യുന്ന AIക്ക് ലക്ഷക്കണക്കിന് ആനിമൽസിൻ്റെ ഇമേജസ് ഫീഡ് ചെയ്ത്, ആ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ കുറേ ഫയൽ കോപ്പി ചെയ്തിട്ടാൽ ആ പെൻ ഡ്രൈവിൽ അത്രയും ഫയൽസ് കയറി കഴിഞ്ഞ് എത്ര TB ഡേറ്റ ആണെങ്കിലും. പക്ഷേ AI വർക്ക് ചെയ്യുന്നത് അങ്ങനല്ല. നമ്മളൊരു ബുക്ക് തുറന്ന് ഒരു ഇമേജ് കാണുന്ന ആ ടൈം ഫാക്ടറുണ്ട്. കുറച്ച് ടൈം എടുക്കും ആ ഇമേജ് കണ്ട് നമ്മുടെ മനസ്സിലോട്ട് അത് ഗ്രഹിക്കാനായിട്ട്. ഈ ടൈം AIക്കും എടുക്കും. അപ്പോൾ AI എത്ര ലക്ഷം ഇമേജസ് കണ്ട് വരാനായിട്ട് ചിലപ്പോൾ മാസങ്ങളെടുക്കും. അത്രയും മാസങ്ങളെടുത്ത് അതൊരു ഡേറ്റാ ബാങ്ക് ബിൽഡ് ചെയ്ത്, ആ ബിൽഡ് ചെയ്തതിന് ശേഷം അത് ആ AIയുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന പോയിൻ്റ് എത്തിയപ്പം അത് ഏതാണ്ട് 90% ആക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആനിമൽസിൻ്റെ ഫോട്ടോസ് കൊടുത്താൽ അത് ഇന്ന ആനിമലാണ്. പക്ഷേ അതിന് ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് അൽസേഷൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അത് വുൾഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അത് തെറ്റിപ്പോയി. അപ്പോൾ ഇവർ തിരിച്ച് AIയുടെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെ AI വുൾഫെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ AI മറുപടി കൊടുത്തത് അത് സ്നോയിലിരിക്കുവാണ്. അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ AI ഡ്രോ ചെയ്യുമെന്നുള്ളത് ഈ AI പ്രോഗ്രാം ചെയ്തവർക്കൊരു ഷോക്കായിരുന്നു. കാരണം അങ്ങനല്ല AI വർക്ക് ചെയ്യുന്നതായിട്ട് ഇവർ കൺസീവ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർ ഫീഡ് ചെയ്ത വുൾഫിൻ്റെ പടങ്ങളിൽ 90% വുൾഫ് സ്നോയിൽ നിൽക്കുന്ന പടങ്ങളാണ് ഫീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AI ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അസോസിയേഷൻ ബിൽഡ് ചെയ്ത് ആ പാറ്റേണിൽ അൾസേഷൻ സ്നോയിൽ നിൽക്കുന്ന പടം കാണിച്ചപ്പോഴും വുൾഫാണെന്ന് പറഞ്ഞു.
പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ ഫാക്ടർ 10 തവണ ഇതേ പടം കാണിച്ചിട്ട് ഇത് എന്ത് ആനിമൽ എന്ന് ചോദിച്ചാൽ 10 തവണയും സെയിം ആൻസർ തരണമെന്നില്ല. അതില്ല 7 തവണ അൾസേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, 3 തവണ തെറ്റിപ്പോവും. ആ തെറ്റിപ്പോകുന്നതിൻ്റെ റീസണും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അതേ മെത്തേഡിൽ AI വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം AI ലോജിക്കൽ സീക്വൻസിലല്ല, അത് പാറ്റേൺസ് ഉണ്ടാക്കി പാറ്റേൺസ് വെച്ചാണ് തോട്ട് പ്രോസസ്സ് തരുന്നത് പോലെ ആൻസേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും AI-യെക്കുറിച്ച്. AI ന്യൂസ് റൂമിൽ വരുമ്പം നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സിന്ധു പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ പണി പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ പണി പോകുന്നതാണ്. എന്നാൽ പണി പോകുമെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യുന്നവരുടെ പണി ഒരിക്കലും പോവില്ല. അതിൻ്റെ കാരണം വിവേചന ബുദ്ധിയാണ്. AI-യിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ പറയുന്നത് AI-ക്ക് പ്രോപ്പർ വിവേചന ബുദ്ധി ഡെവലപ്പ് ചെയ്യാൻ ഇനിയും വർഷങ്ങളെടുക്കും. ആ വിവേചന ബുദ്ധി എന്ന് പറയുന്നത് ഒരു 20 വയസ്സുള്ള ഒരാളുടെ എക്സ്പീരിയൻസും 60 വയസ്സുള്ള ഒരാളുടെ എക്സ്പീരിയൻസും അങ്ങനെ മാത്രം അത് കണ്ടാൽ മതി. 20 വയസ്സുള്ള ഒരാൾ ചിലപ്പം കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കും, കൂടുതൽ ടെക്നിക്കലി സാവി ആയിരിക്കും. പക്ഷേ 60 വയസ്സുള്ള ഒരാൾക്കൊരു ഇരുത്തം വന്ന്, ആ ഇരുത്തം വന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഭയങ്കര വാല്യുബിളാണ്. അപ്പം ആ വിവേചന ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അങ്ങനത്തെ ആൾക്കാർ വിൽ ഗെറ്റ് റീപ്ലേസ്ഡ്. അപ്പം ഞാനിത് ഉദ്ദേശിച്ചത്, ഞാൻ ന്യൂസ് റൂമിൽ വരുവാണെങ്കിൽ ലേ ഔട്ട് ചെയ്യുന്ന പത്രം ലേ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ലേ ഔട്ട് ചെയ്യാൻ സെയിം ഫോട്ടോസ് സെയിം സ്റ്റോറീസ് നമുക്ക് ലേ ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു നല്ല ആർട്ടിസ്റ്റിന് 1-1.5-2 മണിക്കൂർ എടുത്തേക്കും പേജിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച്. പക്ഷേ ഇത്രയും എലമെൻറ്റ്സ് AI-ക്ക് കൊടുത്തിട്ട് ഒരു പേജ് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് 10 രീതിയിലെ ലേ ഔട്ടുകൾ ജനറേറ്റ് ചെയ്ത് തരും. അതിൽ ഇഷ്ടമുള്ളത് പത്രത്തിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പടത്തിന് ഉദ്ദേശിക്കുന്ന ക്യാപ്ഷൻ ആയിരിക്കണമെന്നില്ല AI പിക്ക് ചെയ്യുന്നത്, ആ സ്റ്റോറി പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ ആവണമെന്നില്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പം AI എന്ത് ജനറേറ്റ് ചെയ്താലും അത് ഒരു ഹ്യൂമൻ മൈൻഡ് കണ്ട് ഹ്യൂമൻ മൈൻഡിലൂടെ വേണം അതിൻ്റെ ഫൈനൽ സെലക്ഷൻ പ്രോസസ്സ് പോകാൻ, എത്തിക്കലി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ആ പ്രോസസ്സ് ഏതൊക്കെ ജേർണലിസ്റ്റുകൾ വിട്ടുപിടിക്കുന്നു AI-യുടെ രീതിയിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ആ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ റീപ്ലേസ്ഡ് ആവാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഈ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇതിനകത്ത് എത്തിക്സും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഇതിനകത്ത് രസമുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂസ് റൂമിൽ വർക്ക് ചെയ്യുമ്പം യഥാർത്ഥത്തിൽ ഡെസ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത വർക്ക് എന്ന് പറയുന്നത് ചരമ പേജിൻ്റെ ചാർജ് കിട്ടുക എന്നുള്ളതാണ്. സാധാരണ എപ്പോഴും വളരെ അത്യാവശ്യം സീനിയർ ഒരാളായിരിക്കും. കാരണം അത്രയും ഉത്തരവാദിത്തോടെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഒരാളുടെ പേര് മാറിപ്പോയാൽ എന്തുമാത്രം പ്രശ്നം കാണുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു ചരമ പേജ് എടുക്കുകയാണെങ്കിൽ ഒരു 70-80 ചരമം വരെ വരും. അത്രയും പേരുടെ പേര്, വയസ്സ്, അവരുടെ വീട്ടുകാരുടെ പേര്, വീട്ട് അഡ്രസ്സ്, ഇത്രയും ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് ചെയ്യാൻ സാധാരണ ഒരു 4-5 പേരുടെ പണിയാണ്. പക്ഷേ AI ചെയ്യുവാണെങ്കിൽ നിങ്ങളതിൻ്റെ പോസിബിലിറ്റി ആലോചിക്കുക. AI വെബ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന AI, ആ AIക്ക് വോയിസ് സിന്തസൈസറുണ്ട്, വെബ് ആക്സസ് ചെയ്യാം, മൊബൈൽ ആക്സസ് ചെയ്യാവുന്ന AI. യഥാർത്ഥത്തിൽ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് 8 മണിക്ക് രാത്രി നമ്മുടെ ഡെഡ് ലൈൻ പേജ് റിലീസ് ചെയ്യേണ്ടത് 9 മണിയാണെന്ന് വിചാരിക്കുക. 8:45 AI സ്റ്റാർട്ട് ചെയ്യുവാണ്. 8:45 അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന AI ഈ 80 ചരമ വാർത്തയുടെ സ്കെച്ച് ഡീറ്റെയിൽസ് AIക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. AI ആക്ച്വലി ഈ 80 പേരുടെ വീട്ടിൽ ഫോൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് വീട്ടിലുള്ള ആളുമായിട്ട് സംസാരിച്ച് ഇന്ന ആൾ മരിച്ച്, വൈഫിൻ്റെ പേരെന്താണ്, കുട്ടികളുടെ പേരെന്താണ്, മരുമക്കളുടെ പേരെന്താണ്, വയസ്സ്, എവിടെ വർക്ക് ചെയ്യുന്നു, ആ ഡീറ്റെയിൽസ് ഫുൾ കളക്ട് ചെയ്ത് കറക്റ്റാണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് ലേ ഔട്ട് ചെയ്ത് ആ ഫോട്ടോയുമായിട്ട് മാച്ച് ചെയ്ത് പേജ് ആക്കിങ് തരും. ഇതാണ് AI-യുടെ പോസിബിലിറ്റി.
രണ്ടാമത്തേത് ഞാനിപ്പോൾ ലേ ഔട്ട് പറഞ്ഞ് ചരമ പേജിൻ്റെ പറഞ്ഞ് ആക്ച്വൽ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഓൾറെഡി 2 പേര് മെൻഷൻ ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിസർച്ചിന് AI വളരെ നല്ല ടൂളാണ്. ശ്രേയംസ് പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ട് റിസർച്ച് ചെയ്യുവാണെങ്കിൽ ഭയങ്കര മെച്ചമാണ്. കാരണം നമുക്ക് ഒരുപാട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്ത പലതും നമ്മൾ ഈ റിസർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ AI നമ്മൾ കുറേ ഫാക്ട്സ് പിക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ ആ ഫാക്ട്സിൽ അത്രയും ഡീറ്റെയിൽസ് കാണണമെന്നില്ല. AI ചിലപ്പം നല്ല ഫാക്ട്സ് AI ഡ്രോപ്പായി പോവും. എന്നാലും നമുക്ക് വളരെ പെട്ടെന്നൊരു ആർട്ടിക്കിൾ തയ്യാറാക്കണമെങ്കിൽ ആ ആർട്ടിക്കിളിന് വേണ്ട ഡേറ്റ പലയിടത്തു നിന്ന് കളക്ട് ചെയ്ത് ഒന്നിച്ചാക്കി നമുക്ക് തരും. ആ തരുന്ന ആർട്ടിക്കിളിന് എന്ത് ടോൺ കൊടുക്കണം, എന്ത് ഇമോഷൻ കൊടുക്കണം, അത് ആക്ച്വലി നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് ആ പാർട്ട് AIക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചൈനയിലെ റിപ്പോർട്ടറിൻ്റെ കാര്യം പറഞ്ഞു. ചൈനയിലെ AI റിപ്പോർട്ടർ ശരിക്കും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന പല ഫാക്ടേഴ്സ്, ഇപ്പോൾ എക്സാമ്പിൾ ഹിഗ്സ് ബോസോൺ നിങ്ങളെല്ലാം വായിച്ചു കാണും. ദൈവകണമെന്ന് പറഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് സ്റ്റോറിയായിരുന്നു. അത് നമ്മളീ കാണുന്ന ഫിസിക്കൽ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബോസോൺ, ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളാണ്. അത് ഹിഗ്സ് ബോസോൺ ആണെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. പക്ഷേ ആ കണ്ടെത്തൽ ഒരു ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഗോഡ് പാർട്ടിക്കിൾ കണ്ടെത്തിയെന്ന് ഉള്ള ഹെഡിങ് കൊടുത്തതും അത് ഗോഡുമായിട്ട് കണക്ട് ചെയ്തത് ഒരു ജേർണലിസ്റ്റാണ്. ജേർണലിസ്റ്റ് ആ കണക്ഷൻ ഉണ്ടാക്കി പത്രത്തിലെ ഹെഡിങ് ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ വലിയ ഹെഡിങ്ങിൽ അടിച്ചു വരുമ്പോഴാണ് ആ സയൻറ്റിസ്റ്റ് പോലും ഞെട്ടിപ്പോകുന്നത്. ആ സയൻറ്റിസ്റ്റിന് പോലും ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ നടത്തിയതെന്ന്. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഒരു മനുഷ്യ ഹൃദയം അതിൻ്റെ ബാക്കിൽ ഉണ്ടാവണം. എനിക്കൊന്ന് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് AI പറ്റി. ഭയങ്കര എക്സൈറ്റിംഗ് ജേണിയാണ്. എനിക്കൊന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.